ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്കാണ് ആദ്യം ലഞ്ചാക്കുന്നത്. ആദ്യം തന്നെ നല്ല ചൂട് പറക്കുന്ന ചോറ് ഇട്ടു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ആക്കി കൊടുക്കുന്നത്. ഇത് കറി വെച്ച ചിക്കൻ ആണ് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ കഷ്ണം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. കായപ്പേര് നമ്മുടെ അപ്പുണ്ണി കഴിക്കില്ലെങ്കിലും കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയുടെ കുറച്ച് ചാറാണ് ആക്കി കൊടുക്കുന്നത്. കറിയിലിട്ട ചിക്കനോട് നമ്മുടെ അപ്പുണ്ണിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ചാറ് മാത്രമേ ആക്കുന്നുള്ളൂ. അങ്ങനെ അപ്പുണ്ണിയുടെ ലഞ്ചെല്ലാം സെറ്റ് ആയിട്ടോ. പിന്നെ സ്നാക്സ് ആക്കി ചൂട് വെള്ളമാക്കി. ഇനി അടുത്തത് നമ്മുടെ ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് നോക്കാം. ഏട്ടന് ചിക്കനും മീനൊക്കെ മസാല അധികം ഇടാതെ നമുക്ക് വേവിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഏട്ടന് പൊതുവേ ഈ ചിക്കനും മീനൊന്നും അധികം കൂട്ടാറില്ല. അതുകൊണ്ട് മുട്ടയാണ് നമ്മൾ 2 ദിവസം ഓംലേറ്റ് ആക്കി കൊടുത്തത്. ഇന്നാണെങ്കിൽ മുട്ടയും വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് ആശാനും എടുത്തു. ചോറാക്കിയതിന് ശേഷം ഏട്ടന് കായപ്പേരിയാണ് ആക്കിയത്, വറവൊന്നിടാത്ത കായപ്പേരി. പിന്നെ ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു അവിയലും കൂടെ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് കൊടുക്കുന്ന ഒരു കറിയിൽ നമ്മൾ ഓയിൽ ചേർക്കാറില്ലേ. ഒഴിച്ചുകറിയായിട്ട് വെണ്ടയ്ക്കും തക്കാളിയും കൂടെ ഇട്ട് വെച്ചൊരു കറിയാണ് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ കറികളാണ്. തേങ്ങ അരച്ചിട്ടുള്ള കറികളാണ് ഇനി ഏട്ടന് അധികം കൊടുത്തു വിടാൻ പറ്റുള്ളൂ. ഒരു കറിക്കും വറവ് ഇട്ടിട്ടില്ല. അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഏട്ടൻ ഒരു കുറവും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ചൂട് വെള്ളമാക്കിയിട്ട് ബിസി